ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. ഈസി ആയിട്ടും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചോറ് വെക്കുന്ന അരിയാണ്. നിങ്ങൾക്ക് റേഷനരി വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരിയാകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അരക്കപ്പാണ് അരിയെടുത്തത്. ആ ഒരു അളവിൽ തന്നെ അരക്കപ്പ് പയറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് തന്നെ ക്ലീനാക്കി എടുക്കുക. അതിനുശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുക്കുകയും വേണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര മെൽറ്റാക്കി എടുക്കാം. 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ മെൽറ്റാക്കി എടുത്തു. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. ഇത് ലൈറ്റ് മധുരം മാത്രമാണ് ഈ ഒരു 2 അച്ച് ശർക്കരയിൽ ഉണ്ടാവുള്ളൂ. ഇനി ഇതാ നമുക്ക് നല്ല പോലെ തന്നെ വെന്തിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് തവി കൊണ്ട് ഉടച്ചെടുക്കാം. മുഴുവനായിട്ട് ഉടച്ചെടുക്കണ്ട, പകുതി ഭാഗം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതാ മെൽറ്റാക്കിയിട്ടുള്ള ശർക്കര പാനിയും കൂടി ഒന്ന് അരിച്ചിട്ട് തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക. എന്തായാലും അതിൽ നല്ല രീതിക്ക് തന്നെ കച്ചറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അരിച്ചെടുത്ത് മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് ലൈറ്റ് മധുരം മാത്രം എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര തന്നെ മെൽറ്റാക്കി കൊടുത്താലും മതി. ഇനി ഇത് ഫ്ലെയിം ഒന്ന് ഓണാക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്തിട്ട് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കാം. അതുപോലെ ഗീ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇത് ചിലവ് കുറഞ്ഞ രീതിയിലും സിമ്പിളായിട്ടും ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. നമുക്ക് അരിയും പയറും പെട്ടെന്ന് വെന്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.